നമ്മളെ മാംഗോ ജ്യൂസുകാരിക്ക് വധശിക്ഷ കിട്ടി ഗൈസ്, എല്ലാവരും അറിഞ്ഞാണല്ലോ. ഒരുപാട് സന്തോഷമുണ്ട്. അവൾ ആ മാംഗോ വിറ്റ് 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 ഒരുത്തൻ്റെ മാംഗോ ജ്യൂസ് വിറ്റ് വിറ്റ് വിറ്റിട്ട് വിറ്റ് വിറ്റ് ഒരുത്തൻ്റെ ജീവൻ അങ്ങ് എടുത്തു. ആ പാവം ചേട്ടൻ്റെ ഷാരോൺ. പക്ഷേ ആ ഷാരോൺ ചേട്ടൻ്റെ പ്രാർത്ഥന കൊണ്ടാണ്, അമ്മ പറയുന്ന പോലെ ആ ഷാരോൺ ചേട്ടൻ്റെ കൊണ്ടാണ് ഈ വധശിക്ഷ അവൾക്ക് കിട്ടിയത്. ഇവളൊക്കെ കൊന്നു കളയണം. എല്ലാവരും ഒരേപോലെ ഒറ്റക്കെട്ടായി നിന്നാൽ ഇവളെ കൊല്ലാൻ പറ്റും, കില്ല് ചെയ്യാൻ പറ്റും. ഇവളൊന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല, ഒന്നാമത്തെ കാര്യം. കാരണം ഇവിടെ നമ്മളെ ഈ ജയിലിലൊക്കെ കുറേ ആൾക്കാരുണ്ടല്ലേ, ഭയങ്കര ക്രിമിനൽ ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള സ്ത്രീകൾ. അവരടുത്തോട്ട് ഇവളെ ഇറക്കി വിടണം. അവിടത്തോട്ട് ഇറക്കി വിട്ടാൽ അറിയാമല്ലോ ഗൈസ്, ഞാൻ പറയാതെ തന്നെ അടിച്ച് ഊക്കും ഇവളെ. കാരണം ഇങ്ങനത്തെ രീതിയിൽ ഞാൻ പ്രതികരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ ഇത് ചെയ്യണമെന്നും ഞാൻ മനസ്സിൽ ഇന്നലെ വിചാരിച്ചു. ഇവർക്കൊന്നും ഇതൊന്നും കിട്ടിയാൽ പോരാ, മനസ്സിലായാ? 2 കൈയും കാലും അടിച്ചൊടിച്ച് അവിടെ ഇടണം, മനസ്സിലായാ? നരക ശിക്ഷ കൊടുക്കണം, നരക ശിക്ഷ. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ, ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച കാര്യം. അത് കേട്ടപ്പോൾ എൻ്റെ ഉമ്മക്ക് അൽഹംദുലില്ലാ, ആ പാവപ്പെട്ട ചെറുക്കൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ. ദൈവം ശക്തിയുള്ളവനാണ്. അതുകൊണ്ടാണല്ലോ നിരപരാധിയായ ഷാരോണിൻ്റെ പ്രാർത്ഥന കേട്ടത്, അവിടെ ഇരുന്നുകൊണ്ട്, ദൈവത്തിൻ്റെ അടുത്തിരുന്നുകൊണ്ട്. ഇവളെ എത്രയോ വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുമെന്ന് പറയുന്നല്ലേ, ഇവർ ജീവിക്കാനൊന്നും പോകുന്നില്ല. അതിനെക്കാട്ടും നല്ലത് കൊന്നു കളയണം, പഠിക്കാനൊന്നും വിടരുത്. ആ പാവപ്പെട്ട പയ്യൻ്റെ പഠിത്തമൊക്കെ ഇല്ലാതാക്കിയത് ഇവിടെ എന്തൊക്കെ കാണിക്കാൻ പോകുന്ന ഇവൾ. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരേപോലെ നമ്മൾ ആ പാവപ്പെട്ട ആ ഒരു ഷാരോൺ ചേട്ടൻ്റെയും ആ അമ്മയ്ക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ലവ് യു ഓൾ.